ഹേ ഗൈസ്, എങ്ങനെ ലോ ബഡ്ജറ്റിൽ നമുക്ക് പൂണ്ടി പോയിട്ട് വരാമെന്നാണ് പറയുന്നത്. ഇത് ഞങ്ങൾ പെട്ടെന്ന് തീരുമാനിച്ചൊരു ട്രിപ്പാണ്. എന്ന് വെച്ചാൽ ഒറ്റ മൈൻഡെന്നൊക്കെ പറയാം. അങ്ങനെ തീരുമാനിച്ചൊരു ട്രിപ്പാണ്. അതും ഞങ്ങൾ അടുത്ത 2-3 ആഴ്ച കഴിഞ്ഞിട്ട് പോകാൻ വിചാരിച്ചതാണ്. പിന്നെ ഇങ്ങനെ ഇരുന്നപ്പം വിചാരിച്ചു ഒറ്റ മൈൻഡാക്കാം. ഞങ്ങൾ താമസിക്കുന്നത് ബെഗൂരാന്ന് പറഞ്ഞില്ലേ, അപ്പം ബെഗൂരിൽ നിന്ന് ബസ്സുണ്ട്. അങ്ങനെ നമുക്ക് നനച്ച വണ്ടി മടിവാളയിലോട്ട് കിട്ടി. അങ്ങനെ മടിവാള എന്നപ്പം പറയും സെൻറ്റ് ജോൺസ് കോളേജിൻ്റെ അവിടെ നിന്ന് ഉള്ളു ബസ്സെന്ന്. നമ്മുടെ അമ്പൂപുറമാണ് ഗൈഡ് ചെയ്യുന്നത്. 1.5 മണിക്കൂർ മടിവാളയിൽ നിന്ന് ബസ് വരുമെന്ന് പറഞ്ഞ് അവിടെ ഇരുന്ന്. അങ്ങനെ നമ്മൾ അടുത്ത വണ്ടി കിട്ടി. അടുത്ത വണ്ടി നേരെ SMBT റെയിൽവേ സ്റ്റേഷനിലാണ്. അങ്ങനെ നമ്മൾ SMBT റെയിൽവേ സ്റ്റേഷനിലെത്തി. കാണാൻ തന്നെ ഒരു എയർപോർട്ടിൻ്റെ ലുക്കൊക്കെയാണ്, നൈസാണ് കാണാൻ. അങ്ങനെ അവിടെ കുറച്ച് നേരം വ്യൂ ഒക്കെ അടിച്ച് ഇങ്ങനെ ഫ്രണ്ടിലോട്ട് കടന്നു. അങ്ങനെ ഉള്ളിൽ കയറിയപ്പം കണ്ടപ്പം നമ്മൾ എയർപോർട്ട് കാണുന്ന ഒരു ലുക്ക് തന്നെ, എല്ലാം ചെക്കിങ് ആയാലും ആ ഒരു ബ്യൂട്ടിയൊക്കെ. അങ്ങനെ ഞങ്ങളുടെ ട്രെയിന് 1 മണിക്കൂർ കഴിഞ്ഞേ ഉള്ളൂ. അപ്പം ഞങ്ങളൊരു ചായയൊക്കെ കുടിച്ച് പതുക്കെ ഇങ്ങ് വരാമെന്ന് പറഞ്ഞപ്പം ഞങ്ങൾ വന്നപ്പോഴത്തേക്ക് നമ്മുടെ ട്രെയിൻ ആ സൈഡിൽ കിടപ്പുണ്ട്. ഞങ്ങൾ ഡയറക്റ്റ് ഇവിടുന്ന് മധുരയാണ്, SMBTന്ന് ഡയറക്റ്റ് മധുര. കാര്യം അല്ല, കൊടൈക്കനാൽ പോകാൻ എളുപ്പം അതാണെന്ന് തോന്നുന്നു. അങ്ങനെ SMBT ടു മധുര ട്രെയിനിൽ കയറി ഞങ്ങൾ ആദ്യമേ മേളിൽ കയറി പിടിച്ച്. പിന്നെ ക്രൗഡാകുമെന്ന് അറിയാം, സൂര്യനൊക്കെ ആൾക്കാർ കയറും. ഞങ്ങൾക്ക് ഇതുവരെയും ചിലവായത് ബെഗൂന്ന് ഇവിടെ വരാൻ ആയിട്ട് ഒരാൾക്ക് ഒരു 50 രൂപ, അത്രയേ ഉള്ളൂ. ട്രെയിൻ ടിക്കറ്റ് ഒരാൾക്ക് 150 രൂപയാണ്. അങ്ങനെ നമ്മൾ രാത്രി മധുര എത്തി. നമ്മൾ വന്ന ട്രെയിൻ ഇതാണ്. നമുക്ക് പിന്നെ വേണമെങ്കിൽ ഡിണ്ടിക്കൽ വഴി പോകാമായിരുന്നു, പക്ഷെ നമുക്ക് അവിടുത്തെ റെയിൽവേ സ്റ്റേഷനും ഇതും തമ്മിൽ നല്ല ഗ്യാപ്പൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ പിടിച്ചത്. നൈറ്റ് നമ്മൾ പോകുന്ന വഴിക്ക് നമ്മൾ നേരെ മധുര ബസ് സ്റ്റാൻഡിലോട്ടാണ് ഒന്ന് പോകുന്ന വഴി. മധുര റെയിൽവേ സ്റ്റേഷനിൽ കുറച്ച് നടക്കാനേ ഉള്ളൂ. അങ്ങനെ നമ്മൾ മധുര ബസ് സ്റ്റാൻഡിലെത്തി. ബസ് സ്റ്റാൻഡിൽ എത്തിയപ്പോൾ 5:45 കൊടൈക്കനാലിലോട്ടുള്ള ബസ്. അങ്ങനെ ഫുഡ് കഴിക്കാമെന്ന് വെച്ചാൽ ഞങ്ങൾ കയറിയപ്പം കഴിച്ചതാണ്. അപ്പോൾ ഫുഡ് കഴിക്കുമ്പോൾ മസാല ദോശ പറഞ്ഞ്, മസാല ദോശ അല്ല പ്ലെയിൻ ദോശ, ഉള്ളിലൊന്നുമില്ല. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് അന്നേരം ഒന്ന് ചുമ്മാ ഒന്ന് കറങ്ങാമെന്ന് ഞങ്ങൾ വിചാരിച്ച്. അങ്ങനെ കറക്കമൊക്കെ കഴിഞ്ഞ് നമ്മൾ 5:45 കൊടൈക്കനാൽ ബസ് വന്നു. ഒരാൾക്ക് ടിക്കറ്റ് 130 രൂപയാണ് മധുര ടു കൊടൈക്കനാൽ. പോകുന്ന വഴിക്കൊക്കെ നല്ല വ്യൂ ഒക്കെ ഉണ്ട്. ആ വ്യൂ ഒക്കെ കണ്ട് പോകുന്ന വഴിക്ക് പാതി ഞങ്ങൾ ഉറക്കമായിരുന്നു. ഉണർന്ന സമയത്ത് കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത്. അങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് വണ്ടി ചായ കുടിക്കാനായിട്ട് നിർത്തി. ഇവിടെ ഒരു ചായക്ക് 20 രൂപ, അതും ചെറിയൊരു ഗ്ലാസ്. പിന്നെ നമ്മൾ കൊല്ലക്കാരെ അറിയാമല്ലോ. അങ്ങനെ എന്നാലും വാങ്ങിച്ച് ചായയൊക്കെ കുടിച്ച് അങ്ങനെ ബസ് പിന്നെ റണ്ണിങ്ങിനായി. ഇനി തൊട്ട് ചുരം കയറുന്ന പരിപാടിയാണ്. അപ്പം നമുക്ക് കുറേ വ്യൂ ഒന്നും കൂടെ കിട്ടും. അങ്ങനെ ചുരം കയറി തുടങ്ങി. പോകുന്ന വഴിക്ക് തന്നെ നൈസ് വ്യൂ ആണ്. അങ്ങൊക്കെ നല്ല കോടയൊക്കെ കണ്ട് നൈസ് ഒരു ഫീലാണ്. നമ്മൾ ചുരം പാതയൊക്കെ ആകുമ്പോഴേ നമുക്ക് മനസ്സിലാവും ആ തണുപ്പ് നമുക്ക് ഫീലായി തുടങ്ങും. അങ്ങനെ പോകുന്ന വഴിക്ക് ഒരു വാട്ടർഫാൾ ഉണ്ട്, അത് നമുക്ക് ലോങ്ങിൽ നിന്ന് കാണാൻ പറ്റും. വീഡിയോ കാണാൻ പറ്റുമെന്ന് അറിഞ്ഞുകൂടാ, പക്ഷെ അതൊരു ഡാമാണ്. ഏത് ഡാമാണെന്ന് അറിയത്തില്ല. അങ്ങനെ നമ്മൾ കൊടൈക്കനാലിൽ കയറി തുടങ്ങി. ഇതാണ്ട് ഇവിടെ ഒരു സ്ഥലം എഴുതി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ എങ്ങനെ പോയി ചോദിക്കുന്നു പോലും അറിഞ്ഞൂടാ. മൂഞ്ചിക്കല സ്ഥലത്തിൻ്റെ പേര്. അങ്ങനെ നമ്മൾ കൊടൈക്കനാൽ ഇറങ്ങിയിട്ട് നമ്മുടെ ബസ് ഒരു 1 മണിക്കൂർ കഴിഞ്ഞേ ഉള്ളൂ പൂണ്ടിയിലോട്ടുള്ളത്. അപ്പം നമ്മൾ വിചാരിച്ചൊന്ന് കൊടൈക്കനാലൊന്ന് കറങ്ങാമെന്ന് വെച്ച് നമ്മൾ നൈസായിട്ട് ഇവിടെ വ്യൂ ഒക്കെ പിടിച്ച് നോക്കിയപ്പോൾ ഫുള്ള് കോടയൊക്കെ കയറി വേറൊരു ബ്യൂട്ടി തന്നെയാണ്. അങ്ങനെ നമുക്ക് പൂണ്ടിയിലോട്ട് ബസ് കിട്ടി. അണ്ണ ഒരു കില്ലാടി ഡ്രൈവർ തന്നെയാണെന്നാണ് തോന്നുന്നത്. അണ്ണ നല്ല കെയർഫുള്ളായിട്ട് അങ്ങനെ ഓടിക്കുന്നു. പോകുന്ന വഴിക്ക് മൊത്തം വളവാണ്. അപ്പോൾ ഈ കാണുന്നത് കൊടൈക്കനാൽ ലേക്കാണ്. ഇവിടെ നടക്കാൻ ഒരുപാടുണ്ട്, നടന്ന് മനുഷ്യൻ്റെ ഇടപാട് വരും, അത് വേറെ കാര്യം. അങ്ങനെ പോകുന്ന വഴിക്ക് സൈഡിൽ 2 പൈൻ മരങ്ങളാണ്. നല്ല വ്യൂ ആണ്. ഇടയ്ക്കൂടെയൊക്കെ നമ്മുടെ കുരങ്ങന്മാർ ചാടിക്ക് നോക്കിയതൊക്കെ കാണാം. അങ്ങനെ ആ വ്യൂ ഒക്കെ കൂടി ഞങ്ങൾ ഫ്രണ്ടിൽ തന്നെ അങ്ങ് ഇരുന്ന്. അങ്ങോട്ടുള്ള ഒരാൾക്ക് ടിക്കറ്റ് 50 രൂപയാണ്. നമ്മൾ പതുക്കെ കയറിയപ്പം കോട വന്നിറങ്ങുന്നതും പോകുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും. എന്താ വെച്ചാൽ എത്തി നമ്മൾ പൂണ്ടിയുടെ പാതിയായി. അങ്ങനെ ചായ കുടിക്കാനായിട്ട് വണ്ടി നിർത്തി. നമ്മൾ ചായയൊക്കെ കുടിക്കുന്നത് അവിടെ ഒരു വ്യൂ സ്പോട്ടാണ്. ആ സ്പോട്ടിലൊക്കെ കണ്ട് താഴോട്ട് നോക്കുമ്പോഴേ അറിയാം ഫുള്ള് കോട കയറി സീനാണ്. ഫൈനലി നമ്മൾ പൂണ്ടിയിൽ എത്തിച്ചേർന്നു. പൂണ്ടി എത്തിയപ്പോൾ തന്നെ ഒടുക്കത്തെ തണുപ്പ്. സമയം ഉച്ച 2 മണി ആയതേ ഉള്ളൂ. എന്നാലും അവിടുത്തെ ഒടുക്കത്തെ തണുപ്പാണ്. താഴെയൊക്കെ കോടയൊക്കെ കയറി സീനാണ്. നമ്മൾ അടുത്ത സ്പോട്ടിലോട്ട് പോയി. അവിടെ ചെന്നപ്പം നമ്മൾ ഇംഗ്ലീഷ് സിനിമയിലൊക്കെ കാണുന്നൊരു ഫീൽ തന്നെ. കോടയും ഫ്രണ്ടിൽ ഒരു ലേക്ക്, വേറൊരു വൈബായിരുന്നു അവിടെ ചെന്നപ്പം തന്നെ. അങ്ങനെ നമ്മൾ കുറേ ടൈം അവിടെ സ്പെൻഡ് ചെയ്ത്. അതൊക്കെ കഴിഞ്ഞ്
ഇവിടെ ഞങ്ങൾ റൂമെടുത്ത് റൂം പെർ ഹെഡ് 500 രൂപയാണ്. അങ്ങനെ ഞങ്ങൾ 4 പേരാണ് റൂമിൽ. റൂമൊക്കെ അത്യാവശ്യം നല്ലതാണ്. ലോ ബഡ്ജറ്റും കൂടെ അല്ലേ. നമുക്ക് രാവിലെ എണ്ണിച്ച് വരുമ്പോൾ ഉള്ള വ്യൂ ഇതാണ്. ഞങ്ങളുടെ റൂമിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നൈസ് ഒരു വ്യൂ ആണ്. രാവിലെ എണ്ണിക്കുമ്പോൾ തന്നെ ഇങ്ങനൊരു വ്യൂ ഒക്കെ കാണുമെന്ന് പറഞ്ഞാൽ വേറൊരു ഫീലൊക്കെ തന്നെ. ഇത് ഞങ്ങളുടെ വെളിയിൽ നിന്നുള്ള കാഴ്ചയാണ് റൂമിൻ്റെ. അങ്ങനെ നമുക്ക് പൂണ്ടിയിൽ നിന്ന് പോകാനുള്ള ബസ് കിട്ടി. നിറച്ച് ക്രൗഡാണ്. കൊടൈക്കനാലിലോട്ട് ഇറങ്ങാനായിട്ടുള്ള ആൾക്കാരാണ് മൊത്തം. പോകുന്ന വഴിക്ക് ബസ് തന്നെ ഒരു പണിയാണ്. ടയറിൽ നിന്നൊക്കെ പുക വന്നു തുടങ്ങി. അപ്പം ചുമ്മാ ഞങ്ങൾ അവിടെ നിന്ന് നോക്കിയപ്പം വേറൊരു സ്പോട്ടുണ്ട്, ചെറിയൊരു വെള്ളച്ചാട്ടം. എന്നാൽ അവിടെ പോയി മുഖമൊക്കെ കഴുകി ഒന്ന് ഫ്രഷ് ആവാമെന്ന് വിചാരിച്ചു. അപ്പം ടോട്ടൽ ബഡ്ജറ്റ് നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം.